നമസ്കാരം. 2025 സെപ്റ്റംബർ മാസത്തിലെ തിരുവോണ മാസഫലങ്ങൾ. ജന്മനക്ഷത്രങ്ങളുടെ മാസഫലങ്ങൾക്ക് മുൻപായി ഈ വർഷത്തെ തിരുവോണപ്പുലരിയോടെ ലോകത്തിനും പ്രത്യേകിച്ച് ഇന്ത്യക്കും വന്നുഭവിക്കുന്ന ചില പൊതുവായ ഫലങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത്തവണത്തെ തിരുവോണം സെപ്റ്റംബർ 5, 2025 വെള്ളിയാഴ്ച, അതായത് കൊല്ലവർഷം 1201 ചിങ്ങം 20 ദക്ഷിണായനം. തിഥി ത്രയോദശി ശുക്ലപക്ഷം. കരണം കൗലവ. യോഗം ശോഭനം. സൂര്യോദയം 6:17 AM. അസ്തമയ സമയം 6:24 PM. ചന്ദ്രോദയം 4:43 PM. അസ്തമയ സമയം സെപ്റ്റംബർ 6, 6:44 AM. ഈ വർഷത്തെ തിരുവോണ മാസഫലമനുസരിച്ച് ലഗ്നാധിപനായ ചന്ദ്രൻ സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളിലെ ചില സമൂലമായ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിഴൽ ഗ്രഹങ്ങളായ രാഹുവും കേതുവും ഇന്ത്യയുടെ ഭാവി വിധിയിൽ നിർണായകമായ പങ്കുവഹിക്കുന്നതായി കാണുന്നു. വൃശ്ചികത്തിലെ രാഹുവിൻ്റെ 1-ാം ഭാവം ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള ആധുനികവൽക്കരണത്തെയും സാങ്കേതിക പുരോഗതിയെയുമാണ് വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ വൃശ്ചികത്തിലെ കേതു 7-ാം ഭാവത്തിൽ വിദേശ ബന്ധങ്ങൾ, വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകൾ, നയതന്ത്ര ബന്ധങ്ങൾ എന്നിവയിലെ പുതിയ ചില വെല്ലുവിളികളെയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മിഥുനത്തിലെ ചൊവ്വയുടെ 2-ാം ഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ദിശയെയാണിത് സൂചിപ്പിക്കുന്നത്. അവിടെ ഇന്ത്യയുടെ കാശ്മീർ ഭാഗം വരുന്നു. വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാലാകാലങ്ങളിൽ യുദ്ധത്തിൻ്റെയും അസ്ഥിരതയുടെയും സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഫലത്തിൽ ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷവും ഇന്ത്യയുടെ ആ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രത്യക്ഷമായതോ പരോക്ഷമായതോ ആയ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഉണ്ടെന്ന് സാരം. ഇനി ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചന്ദ്രമഹാദശ, ആഗോളശക്തിയായി ഇന്ത്യയുടെ വളർച്ച, പൊതുജനക്ഷേമം, രാജ്യസുരക്ഷ, എല്ലാ രംഗങ്ങളിലുമുള്ള സ്വയം പര്യാപ്തത, രാഷ്ട്രീയത്തെ നയിക്കുന്ന വികാരങ്ങൾ, സാംസ്കാരിക പുനരുജ്ജീവനം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതായാണ് കാണുന്നത്. അതുപോലെ തന്നെ 2025 ഇന്ത്യ ഗ്രഹനിലയനുസരിച്ച് ചൊവ്വയുടെ മഹാദശയിലേക്ക് പ്രവേശിക്കുകയാണ് ചന്ദ്രദശയിൽ നിന്നും. അത് 2032 വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഈ ചൊവ്വാദശയിൽ ആക്രമണാത്മകത, ഊർജം, ശത്രുനാശം, വിജയം, എന്നേക്കുമായുള്ള സമ്പൂർണ്ണ വികസിത പരിവർത്തനം എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. 2025 ഏപ്രിൽ 22 പഹൽഗാമിലുണ്ടായ പാകിസ്ഥാൻ തീവ്രവാദി ആക്രമണവും അതിനെ തുടർന്നുണ്ടായ ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയുമെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഈ ദശകളുടെ സ്വാധീനത്തെ തന്നെയാണ്. ഇന്ത്യയുടെ വിവര സാങ്കേതിക സൈനിക പുരോഗതി, വർദ്ധിച്ച ആഗോള സ്വാധീനം, അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം തന്നെയുള്ള സാമ്പത്തിക വളർച്ച, അന്താരാഷ്ട്ര ബന്ധങ്ങളിലും സുരക്ഷാ ആശങ്കകളിലും സംജാതമായിട്ടുള്ള പിരിമുറുക്കം എന്നിവയും ഒരു രാജ്യത്തിൻ്റെ ജാതകം വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ നേതാവിൻ്റെ ജാതകം കൂടി ഉൾപ്പെടെ പരിഗണിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ജന്മനക്ഷത്ര ഗ്രഹനില അപൂർവങ്ങളിൽ അപൂർവമായ ശ്രദ്ധേയമായ ശക്തിയാണ് കാണിക്കുന്നത്. ലഗ്നവും അതിൻ്റെ ഭരണാധികാരിയും അനുകൂല സ്ഥാനങ്ങളിലാണ്. അത്യധികം ഉയർന്ന അന്തസ്സ്, ആഗോള സ്വാധീനം, പ്രശസ്തി, അതിശക്തമായ നേതൃത്വം എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജനന ചാർട്ട് വളരെ അപൂർവമായ അസാധാരണമായ ആത്മവിശ്വാസം, ദൃഢനിശ്ചയം, ആസൂത്രണ വ്യക്തത, കണിശതയോടെയുള്ള സുദീർഘവീക്ഷണം, കൂടാതെ സഹകാരികളോടും അതേസമയം ലോകരാജ്യങ്ങളോടുമുള്ള സഹിഷ്ണുതാപരമായ നയതന്ത്ര ചിന്ത എന്നിവയെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇനി കുജൻ്റെ അഥവാ ചൊവ്വയുടെ സ്വാധീനം ശ്രീ നരേന്ദ്രമോദിക്ക് എല്ലാ തരത്തിലുമുള്ള ശക്തമായ വെല്ലുവിളികളെയും മറികടക്കുവാനുള്ള ശക്തിയും സ്ഥിരോത്സാഹവും നൽകുന്നതായി കാണാം.
അതുപോലെ തന്നെ ബുധൻ്റെ ശക്തമായ സ്ഥാനം അദ്ദേഹത്തിൻ്റെ യുക്തിസഹജമായ കഴിവുകളും ആശയവിനിമയ കഴിവുകളും വർദ്ധിപ്പിക്കുന്നതായി കാണാം. പ്രാരംഭത്തിൽ വെല്ലുവിളി നിറഞ്ഞതായി തോന്നുമെങ്കിലും ഒടുവിൽ ഇന്ത്യയുടെ വളർച്ചയും സ്വന്തം ആദരവും വർദ്ധിപ്പിക്കുന്ന ധീരമായ തീരുമാനങ്ങൾ ക്ഷിപ്രവേഗത്തിൽ തന്നെ എടുക്കുന്നതിൽ പ്രധാനമന്ത്രി മോദി വളരെ പ്രശസ്തനാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സുദീർഘ വീക്ഷണമുള്ള ഭരണ നേതൃത്വം ഇന്ത്യയുടെ ആഗോള സ്ഥാനം ശക്തിപ്പെടുത്തുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നു. വളരെയധികം വൈകാരികവും സ്ഥിരതയുള്ളതുമായ കർക്കടക ലഗ്നത്തിൽ നിയന്ത്രിക്കപ്പെടുന്ന ഇന്ത്യയുടെ ജാതകം അതിൻ്റെ ചലനാത്മകമായ ഭൂതകാലത്തെയും വാഗ്ദാനപ്രദമായ അഭിവൃദ്ധിയും പുരോഗതിയും നിറഞ്ഞ ഭാവിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. 2025 ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ തന്നെ ഇന്ത്യ മഹത്തായ ഒരു പരിവർത്തന ഘട്ടത്തിലേക്ക് കടന്നിട്ടുള്ളതാണ്. അതിൻ്റെ അച്ചടക്കം, ശക്തി, തന്ത്രപരമായ പുരോഗതി എന്നിവ ഇന്ത്യയുടെ ആഗോള ഉയർച്ചയെ നിർവചിക്കുന്നത് വരുന്ന മാസങ്ങളിൽ തന്നെ വ്യക്തമായി കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ ഇന്ത്യ ചന്ദ്രൻ്റെ അനുകൂലമായ മഹാദശയിലാണ്. വേദജ്യോതിഷത്തിൽ ചന്ദ്രൻ സ്ത്രീ ശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് സ്ത്രീ ശാക്തീകരണത്തിൽ ശ്രീ നരേന്ദ്രമോദി സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായി യോജിക്കുന്നതാണ്. 2025 മെയ് 7 ഇന്ത്യയിലെ പാകിസ്ഥാൻ തീവ്രവാദത്തിന് വിരാമമിട്ട ഇന്ത്യയിലെ സ്ത്രീകളുടെ കണ്ണീരിന് പകരമായുള്ള ഓപ്പറേഷൻ സിന്ദൂർ എന്ന സംയുക്ത സൈന്യ തിരിച്ചടിയും ശ്രീ നരേന്ദ്രമോദിയുടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തം തന്നെയാണ്. ഇന്ത്യയിലെ സ്ത്രീകൾ പ്രതിരോധം, കായികം, ബിസിനസ്, രാഷ്ട്രീയം എന്നിവയിൽ തന്നെ വളരെയധികം മികവ് പുലർത്തുന്നവരാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഗ്രഹനിലയും ബഹുമാനപ്പെട്ട ആദരണീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഗ്രഹനിലയും ഇന്ത്യയുടെ ഭാവിയും ജ്യോതിഷാടിസ്ഥാനത്തിൽ വളരെയധികം ഗൗരവത്തോടെ സസൂക്ഷ്മം പരിശോധിക്കുകയാണെങ്കിൽ തെളിയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഇവിടെ പ്രവചനം നടത്തുന്നത്. 1. 2025 അവസാന മാസങ്ങളിലോ 2026 ജൂൺ മാസത്തിന് മുൻപ് തന്നെയോ ലോകരാജ്യങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ തന്നെ, എന്നാൽ തികച്ചും നയതന്ത്രപരമായി ഇന്ത്യ തനതായ രീതിയിൽ അനുകരണീയമായ ശൈലിയിൽ പരോക്ഷമായി ലോക നേതൃത്വം ഏറ്റെടുക്കുന്നതാണ്. 2. ലോകരാജ്യങ്ങളെല്ലാം തങ്ങളുടെ വികസനങ്ങൾക്കും വിദേശ വ്യാപാരങ്ങൾക്കുമായി സാഗൂതം ഉറ്റുനോക്കുന്ന ഒരു രാജ്യമായി മാറുന്നതായാണ് കാണുന്നത്. ഇതുവരെ ചരിത്രത്തിലില്ലാത്ത തരത്തിൽ, അഥവാ ഒരു സാധ്യത പോലും ഇല്ലാതിരുന്ന ഒരു പുതിയ കൂട്ടായ്മയാണ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഏഷ്യയിൽ ആവിർഭവിക്കുവാൻ പോകുന്നത്. 3. നിലവിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ അസ്വസ്ഥതകളും അസ്ഥിരതകളുമെല്ലാം തന്നെ 2025 വർഷാവസാനത്തിൽ ഒരു തുറന്ന രീതിയിലുള്ള, എന്നാൽ ഏഷ്യാ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ മുഴുവനായോ ഭാഗികമായോ അതുപോലെ തന്നെ ലോകത്തിലെ വികസിത ശക്തികളെന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങളുമായുള്ള യുദ്ധമോ യുദ്ധഭീതിയോ യുദ്ധസമാനമോ ആയുള്ള സ്ഥിതിവിശേഷമായി രൂപാന്തരം പ്രാപിക്കുകയും എന്നാൽ അതിലൂടെ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരെയുള്ള എല്ലാ വെല്ലുവിളികളെയും കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച് വരുതിയിലാക്കുവാനും ഇന്ത്യക്ക് സാധിക്കുന്നതായാണ് തെളിയുന്നത്. 4. ഇന്ത്യയുടെ പെട്ടെന്നുള്ള ഈ വികസിത രീതിയിലുള്ള രൂപാന്തരം ലോകചരിത്രത്തിൽ തന്നെ അമേരിക്കയുടെ സ്ഥാനവും പ്രാധാന്യവും എല്ലാം എടുത്തുമാറ്റുകയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന പേരിൽ നിന്നും ഭരണശൈലിയിൽ നിന്നും വിഭിന്നമായി ഏറെ സുതാര്യവും ലോകസമാധാനത്തിന് അടിസ്ഥാനവുമായ ഒരു ഭരണ വ്യവസ്ഥയിലൂടെ കടന്നു പോകുമെന്നുമാണ് ഇതിനാൽ മനസ്സിലാവുന്നത്. ഇതുവരെ അമേരിക്കയുടെ ഭരണ നേതൃത്വത്തിലുണ്ടായിരുന്നവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഭരണരീതിയും ശക്തമായതും ലോക നന്മയ്ക്ക് ഉതകും വിധത്തിലുള്ള നേതൃത്വവുമാണ് അമേരിക്കയിൽ വരാൻ പോകുന്നത്.
ഇനി അവസാനമായി 5 ബഹുമാനപ്പെട്ട ആദരണീയനായ ശ്രീ നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും ശക്തനും സർവരാഷ്ട്ര സമ്മതനുമായ ലോക നേതാവായി കണക്കാക്കപ്പെടുകയും കൂടാതെ ലോകസമാധാനത്തിനും അതിലുപരി ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനുമായി നിലകൊള്ളുമെന്നുമാണ് മനസ്സിലാവുന്നത്. കൂടാതെ ഇന്ത്യയുടെ ഭരണഘടനാ സമ്പ്രദായം തന്നെ മാറ്റിക്കൊണ്ടുള്ള കുറ്റമറ്റ രീതിയിലുള്ള നീതിന്യായ സംവിധാനമാണ് ഇന്ത്യയിൽ വന്നു ഭവിക്കുവാൻ പോകുന്നത്. ഇനി അഗ്നിഹോത്രികളുടെ 2025 സമ്പൂർണ്ണ തിരുവോണ മാസഫലങ്ങൾ വിശദമായി. അഗ്നിഹോത്രികളുടെ 2025 സമ്പൂർണ്ണ തിരുവോണ മാസഫലങ്ങൾ. ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്ര ജാതരുടെ 2025 സെപ്റ്റംബർ 1 മുതൽ 30 വരെ, അതായത് ചിങ്ങം 16 മുതൽ കന്നി 14 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര മാസഫലങ്ങളാണ്. ഈ തിരുവോണപ്പുലരിയിലെ സമൃദ്ധിയിലൂടെ ജന്മനക്ഷത്രങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വിശകലനം ചെയ്തുകൊണ്ടുള്ള സമ്പൂർണമായ നക്ഷത്ര ഗണന രീതിയാണിവിടെ നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നതിലൂടെ ചെയ്യുന്നത്. എന്നാൽ സമയക്കുറവ് മൂലം ഇത്തവണത്തെ തിരുവോണ ഫലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ വിവക്ഷിച്ചിട്ടുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർ ശാരീരികവും മാനസികവുമായുള്ള അനേകം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാവുന്ന മാസമാണ് സെപ്റ്റംബർ. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കുന്നത് വളരെയധികം ദോഷഫലങ്ങൾ നിങ്ങൾക്ക് പിന്നീട് അനുഭവിക്കാനിടയാക്കുന്നതാണ്. ഈ സമയത്ത് ദിനചര്യയിലും ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും പ്രത്യേക ശ്രദ്ധ തന്നെ നിങ്ങൾ ചെലുത്തേണ്ടതാണ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ വളരെയധികം ഉയർച്ച താഴ്ചകൾ നേരിടേണ്ടി വരുന്ന സമയം തന്നെയാണ്. സെപ്റ്റംബർ മാസത്തിലെ 2ാമത്തെ ആഴ്ച നിങ്ങൾക്ക് വളരെയധികം ദുർവ്യയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റ്, നിങ്ങളുടെ വരവ് ചിലവ് കണക്കുകൾ കൃത്യമായി കണിശമായി ജാഗ്രതയോടെ അവലോകനം ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. എല്ലാ കർമ്മരംഗങ്ങളിലും അതീവ ശ്രദ്ധ വേണ്ടുന്ന സമയമാണെന്ന് തന്നെ പറയാം. ചെറിയ കാര്യങ്ങൾക്കോ ആളുകൾക്കോ പ്രാധാന്യം നൽകുന്നത് ഒഴിവാക്കി നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പൂർത്തീകരിക്കുന്നത് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായി കാണുന്നു. അല്ലാത്ത പക്ഷം ദുഷ്പേര്, ജോലി നഷ്ടം, സമൂഹത്തിൽ ആദരവ് ഇല്ലായ്മ തുടങ്ങിയ ദുരവസ്ഥകളിലേക്ക് വന്നു വീണേക്കാം. ഈശ്വര പ്രാർത്ഥനയോടെ തങ്ങളിലുള്ള ഈശ്വര സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുകയും സാധ്യമാവുമ്പോഴെല്ലാം കുടുംബക്ഷേത്രത്തിലോ അടുത്തുള്ള തട്ടക ക്ഷേത്രത്തിലോ പോയി യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് താൽക്കാലികമായി അനുഭവപ്പെടുന്ന അശാന്തി നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ നിങ്ങളെ സഹായിക്കും. എല്ലാവർക്കും ഐശ്വര്യത്തോടെയും സമൃദ്ധിയോടെയും സന്തോഷത്തോടെയുമുള്ള തിരുവോണ ദിനാശംസകൾ നേരുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 98
46797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ കർമ്മ ഗ്രഹ രാശി നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.